2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്ന നിമിഷത്തിൽ എന്താണ് ഇനി അതിൻ്റെ റിസൾട്ട് വരാനായി പോകുന്നത്? ആർക്കാണ് ആ റിസൾട്ട് അനുകൂലമാവുന്നത്, ആർക്കാണ് ആ റിസൾട്ട് പ്രതികൂലമാവുന്നത് എന്ന നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇനിയും കുറച്ച് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് യഥാർത്ഥ റിസൾട്ട് അറിയാനായിട്ട് തന്നെ. പക്ഷേ അതിനിടയിൽ തന്നെ കേരളത്തിൽ ഏറ്റവും വലിയ തോതിൽ ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ പലരിലുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് ഏറ്റവും ടൈറ്റ് ഫൈറ്റ്, വിജയിക്കുന്നത് ആരായാലും വളരെ അധികം ചുരുങ്ങിയ വോട്ടുകൾക്ക് മാത്രം വിജയിച്ച് കയറുന്ന ഒരു സ്ഥലമായിട്ടുള്ള മഞ്ചേശ്വരം. ഈ മഞ്ചേശ്വരത്ത്, അതായത് കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ തോതിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് മഞ്ചേശ്വരമാണ്. ആ ഫൈറ്റ് നടക്കുന്നത് BJPയും മുസ്ലിം ലീഗും തമ്മിലാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ അവിടെ ഒരു അട്ടിമറി സംഭവിക്കുമോ ഇത്തവണ? ആ സീറ്റ് നിലനിർത്താനായിട്ട് UDF മുസ്ലിം ലീഗിന് സാധിക്കുമോ? അതല്ല ഒരു അട്ടിമറി ഇത്തവണ നടത്തിയെടുക്കാനായിട്ട് സുരേന്ദ്രനിലൂടെ BJPക്ക് സാധിക്കുമോ മൂന്നാം ഊഴത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമെന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്ത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർവേ റിസൾട്ടുകൾ പുറത്തു വരുന്നു. അതായത് ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ, ചില രാഷ്ട്രീയ കണക്കുകൾ, അതോടൊപ്പം തന്നെ പല രീതിയിലുമുള്ള കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന മഞ്ചേശ്വരത്ത് എന്താണ് ഇത്തവണ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് തന്നെയാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന സർവേ റിസൾട്ട് പ്രകാരം മഞ്ചേശ്വരത്ത് പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. ഏറ്റവും വലിയ തോതിലുള്ള പോര് നടക്കാൻ പോകുന്നത് മഞ്ചേശ്വരത്ത് തന്നെയാകും എന്നുള്ളത് സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും. അതായത് അവിടെ ഒരു ത്രികോണ പോരാട്ടത്തിനപ്പുറം അവിടെ BJP UDF മുസ്ലിം ലീഗ് പോരാട്ടം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. അവിടെ LDFൻ്റെ വോട്ടുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മാറുന്നത്. അതായത് LDF വോട്ടുകൾ മറിയുമോ, അത് ആരിലേക്ക് മറിയും? അതല്ല LDFന് വോട്ടുകൾ കൂട്ടാനായിട്ട് അവിടെ സാധിക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് സർവേ റിസൾട്ട് പ്രകാരം, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ഏറ്റവും ലേറ്റസ്റ്റ് സർവേ റിസൾട്ട് പ്രകാരം BJP ആ സീറ്റ് അട്ടിമറിക്കുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും അവിടെ നടക്കുന്നത്. പക്ഷേ ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് BJPക്കാണ് എന്നതാണ് എടുത്തു പറയുന്നത്. അതായത് BJP സംബന്ധിച്ചിടത്തോളം വിജയസാധ്യത 37% വിജയസാധ്യത അവിടെ കൊടുത്തിരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം അവിടെ IUML കോൺഗ്രസിന് നൽകിയിരിക്കുന്നത് 36% അവിടെ വിജയസാധ്യത. അതായത് 1% വ്യത്യാസം മാത്രമേ ഉള്ളൂ അവിടെ BJPക്ക് ഒരു മുൻതൂക്കമായിട്ട് എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ടത്. അതായത് എന്തും സംഭവിക്കാം. അവിടെ ഇടതുപക്ഷം LDFന് കൊടുത്തിരിക്കുന്നത് 27% അവിടെ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു BJP അതോടൊപ്പം തന്നെ UDF പോരാട്ടമായി മാറുന്ന തരത്തിലോട്ട്, അതായത് മുസ്ലിം ലീഗ് പോരാട്ടമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിയുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതിൽ BJP ഒരു പടി മുന്നിൽ ആ ഒരു തരത്തിൽ സർവേ റിസൾട്ട് കൊടുത്തിരിക്കുന്നു. അതായത് വിജയ സാധ്യത അവിടെ സുരേന്ദ്രനിൽ കാണുന്നു എന്നുള്ളത് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. പക്ഷേ നേരിയ തോതിലുള്ള മുൻതൂക്കമാണ്, എന്തും സംഭവിക്കാമെന്നുള്ളതും ഈ സർവേ വ്യക്തമാക്കുന്നു. പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാമെന്നുള്ളതും വ്യക്തമാക്കുന്നു. അവിടെ വോട്ടുകൾ പല രീതിയിൽ മറിയാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. വിവാദമായിട്ടുള്ള പല പരാമർശങ്ങളും ഉയർന്നിട്ടുള്ള ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അതുകൊണ്ട് വോട്ടുകൾ, ആരുടെയൊക്കെ വോട്ടുകൾ ഏതു പാർട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ടത്. അവിടെ ഒരു വോട്ട് പോലും നിർണായകമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഒരു വോട്ട് പോലും അവിടെ പ്രധാനപ്പെട്ടതാണ്. വിജയസാധ്യത അത്രത്തോളം നേരിയ തോതിൽ നിലനിൽക്കുന്ന ഒരു മണ്ഡലമായതുകൊണ്ട് തന്നെയും അവിടെ ഒരു വോട്ട് പോലും ഈ പറയുന്ന പാർട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. തീർച്ചയായിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് സർവേ റിസൾട്ട് പ്രകാരം അവിടെ നേരിയ തോതിലുള്ള മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് BJPക്കാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പിന്നിൽ നിൽക്കുന്നത് IUML കോൺഗ്രസ് ആണ് എന്നുള്ളതും എടുത്തു പറയണം. അതേസമയം മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് LDF ഇത്തവണയും തുടരുന്നത് എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതായത് കുറച്ച് പിന്നിലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. വളരെ മുന്നോട്ട് വരാനായിട്ട് അവിടെ LDFന് സാധിക്കുന്നില്ല. വോട്ടുകൾ കുറയുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. 27% കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ LDF വോട്ടുകൾ
ആരിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് UDF IUMLലേക്ക് പോകുമോ, മുസ്ലിം ലീഗിലേക്ക് പോകുമോ, അതല്ല അത് BJP പാളയത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട്, ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട്, സുരേന്ദ്രനിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട തന്ത്രപരമായിട്ടുള്ള പല നീക്കങ്ങളും സംഭവിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് മഞ്ചേശ്വരം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്ത് അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്, എന്ത് തകിടം മറിച്ചിലാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, ആർക്കാണ് അനുകൂല ഘടകമായി കാര്യങ്ങൾ മാറാൻ പോകുന്നത്, സർവേ റിസൾട്ടുകൾ പോലെ തന്നെ കാര്യങ്ങൾ മാറി മറിയുമോ, അതല്ല സർവേ റിസൾട്ടിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റം നടത്താനായിട്ട് വീണ്ടും അവിടെ മുസ്ലിം ലീഗിന് സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, LDFിനെ സംബന്ധിച്ചിടത്തോളം LDF വോട്ടുകൾ അവിടെ ഉയരുമോ, അതല്ല അവിടെ BJP ചരിത്രം കുറിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ, ഒരു വിജയം മഞ്ചേശ്വരത്ത് സുരേന്ദ്രനിലൂടെ BJPക്ക് സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളുടെ ഉത്തരം, യഥാർത്ഥ ജനവിധി എന്താണ് എന്നുള്ളത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അറിയാവുന്നത് തന്നെയാണെന്ന കാര്യം സംശയമില്ല. അതിനുള്ളിൽ തന്നെ വന്നിരിക്കുന്ന ഈ സർവേ റിസൾട്ട് പ്രകാരം നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ BJP ഒരു പടി മുന്നിലായിട്ട് കാണിക്കുന്നു. അതായത് 37% BJP, 36% മുസ്ലിം ലീഗ്, 27% ഇടതുപക്ഷം എന്നുള്ള കണക്ക് പുറത്തു വന്നിരിക്കുന്നു. ഇതിൽ എന്തട്ടിമറിയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, അതോടൊപ്പം തന്നെ എന്ത് തരത്തിലുള്ള ട്വിസ്റ്റുകളായിരിക്കും മഞ്ചേശ്വരം പോലുള്ളൊരു മണ്ഡലത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും UDFിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയായിരിക്കും മഞ്ചേശ്വരം സീറ്റ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള നിർണായകമായിട്ടുള്ളൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ഈ പറയുന്ന മഞ്ചേശ്വരം സീറ്റ് എന്ന് പറയുന്നത്. അവിടെ നിലനിർത്തുക, ആ സീറ്റ് അട്ടിമറിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഇരു പാർട്ടികളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനിടയിൽ ഇടതുപക്ഷ വോട്ടുകൾക്ക് എന്ത് സംഭവിക്കും, ആരിലേക്ക് പോവും, ഇടതുപക്ഷ വോട്ടുകൾ നിലനിർത്താൻ സാധിക്കുമോ, അത് കൂട്ടാൻ സാധിക്കുമോ എന്നുള്ള നിരവധി ചോദ്യങ്ങൾ തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. സർവേ റിസൾട്ടുകൾ പോലെ തന്നെ കാര്യങ്ങൾ മാറി മറിയുമോ, അട്ടിമറി സംഭവിക്കുമോ, അവിടെ ഒരു വിജയം BJPക്ക് ഉണ്ടാകുമോ, അതല്ല ആ സീറ്റ് IUML കോൺഗ്രസ് നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിയുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം.